الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനും പരമപരിശുദ്ധനുമായ പടച്ചവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിതത്തിലുടനീളം തഖ്വ ബോധത്തോടുകൂടി ജീവിക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഈ ഭൂമിയിൽ നിന്ന് വിട പറയേണ്ടവരാണെന്നും ആ ബോധത്തോടുകൂടി ഓരോ നിമിഷവും നാം ജീവിക്കേണ്ടതുണ്ടെന്നും ആ ചിന്തയും ബോധവും സൽപ്രവർത്തനങ്ങളിലേക്ക് അടുക്കുവാനും തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുവാനും നമുക്ക് പ്രേരണയായി തീരേണ്ടതുണ്ടെന്നുമാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം വിശദീകരിച്ചിരുന്നത്. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അവസ്ഥകളിലൂടെ നാം കടന്നു പോകേണ്ടതുണ്ട്. ബർസഖിയായ ജീവിതമുണ്ട്. അതുപോലെ അതിനുശേഷം അള്ളാഹുവിൻ്റെ അടുക്കൽ മഹ്ശർ, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന അവസ്ഥയുണ്ട്. ചോദ്യങ്ങളും വിചാരണയും സ്വർഗ നരകങ്ങളുമെല്ലാമുണ്ട്. അങ്ങനെ ഒട്ടേറെ സംഭവ ബഹുലങ്ങളായ ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മളെല്ലാവരും, കഴിഞ്ഞു പോയവരും ഇപ്പോഴുള്ളവരും ഇനി വരാനുള്ളവരും എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഫലം നുഗാദിർ മിൻഹും അഹദ, ഒരാളും പോലും അതിൽ നിന്ന് വിട്ടുപോവുകയില്ല. ഒരാളും തന്നെ കൊഴിഞ്ഞു പോകാതെ എല്ലാ ആളുകളെയും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ ദിനം എന്ന് പറയുന്നത് അതിൻ്റെ ഭയാനകതയെ വെളിവാക്കുന്ന ഒരുപാട് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളും അതുപോലെ പ്രവാചകന്റെ തിരുവചനങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മളൊരു പക്ഷേ പല കണക്ക് കൂട്ടലുകളും കണക്ക് കൂട്ടിയിട്ടുണ്ടാകും. നമ്മുടെ ഭാവനകളിൽ ചിലതൊക്കെ ഉണ്ടാകും. എന്നാൽ അതിനേക്കാളെല്ലാം അപ്പുറമാണ് മഹ്ശറയിൽ നാം ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോഴുള്ള അവസ്ഥ.
വിശുദ്ധ ഖുർആൻ ഒരു വചനത്തിലൂടെ പറയുന്നത് യഖൂലുൽ കാഫിറൂന ഹാദാ യൗമുൻ അസിർ, സത്യനിഷേധികളായ ആളുകൾ പറയുന്നത് വളരെ പ്രയാസമേറിയ ഒരു ദിനം തന്നെയാണല്ലോ ഇത് എന്നാണ്. ഫഇദാ നുഖിറ ഫിന്നാഖൂർ ഫദാലിക യൗമഇദിൻ യൗമുൻ അസീർ. ഈ കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന ആ സംഭവങ്ങളെല്ലാം ഏറെ പ്രയാസമേറിയിട്ടുള്ള ദിവസമാണ്, അവസ്ഥകളാണ് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആ വചനത്തിലും അതുപോലെ ഒരുപാട് വചനങ്ങളിലും നമുക്ക് കാണാവുന്നതാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിരുവചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് യുഹ്സറുന്നാസു ഹുഫാതൻ ഉറാത്തൻ ഉർല, അള്ളാഹുവിൻ്റെ ആ കോടതിയിൽ മഹ്ശറിൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് നഗ്നരായി, നഗ്നപാതരായി, ചേലാകർമ്മം നിർവഹിക്കാത്തവരായി, ആ രൂപത്തിലാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, പരസ്പരം അവർ നഗ്നതകൾ കാണുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ അതിന് പറഞ്ഞ മറുപടി അൽ അംറു അശദ്ദു മിൻ അൻ യൻദുറ ബഅ്ളുഹും ഇലാ ബഅ്ളിൻ, അവർ പരസ്പരം നഗ്നതകൾ കാണുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്താകുന്നു മഹ്ശറയിൽ നടക്കാൻ പോകുന്ന, നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ എന്നാണ്. ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പുകൾ പോലും നിലച്ചു പോകുന്ന തരത്തിലുള്ള ഒരുപാട് രംഗങ്ങൾ വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ചിലപ്പം നമുക്ക് താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള സംഭവങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്താൽ ഹൃദയം ഒരുപക്ഷെ നിലച്ചു പോവുകയോ അറ്റാക്കുണ്ടാവുകയോ മരണം വരെ സംഭവിക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ടല്ലോ. എന്നാൽ അതുപോലെയുള്ള നമ്മുടെ മിടിപ്പുകൾ, ഹൃദയമിടിപ്പുകളുടെ താളം തെറ്റുന്ന വിധത്തിലുള്ള ഒരുപാട് രംഗങ്ങൾ അവിടെയുണ്ട്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാവുന്നതാണ്. ആ ഹദീസിൽ ഒരിക്കൽ പ്രവാചകൻ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് നീ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീബി പറഞ്ഞ മറുപടി ദക്കർത്തുന്നാറ ഫബകൈതു, ഞാൻ നരകത്തെക്കുറിച്ച് ആലോചിച്ചു പോയി, അങ്ങനെ കരഞ്ഞു പോയതാണ്, അവിടെയുള്ള ശിക്ഷയുടെ ഭയാനകതകളെക്കുറിച്ച് ആലോചിച്ചു പോയതാണ്. എന്നിട്ട് മഹദി നമ്മുടെ ഉമ്മ പ്രവാചകനോട് ചോദിക്കുകയാണ്, അല്ല പ്രവാചകരെ, ആ മഹ്ശറയിൽ ഇതുപോലെയുള്ള ഭയാനകത നിറഞ്ഞിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെയൊക്കെ ഓർക്കുമോ പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, ആയിഷ, അന്ന് ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കുന്ന, നോക്കുന്ന, ശ്രദ്ധിക്കുന്ന സമയമല്ല, പ്രത്യേകിച്ച് മൂന്ന് സന്ദർഭങ്ങളിൽ. എന്നിട്ട് പ്രവാചകൻ പറയുന്നു ഇന്ദൽ മീസാൻ, അതൊന്ന് മീസാനിന്റെ സന്ദർഭത്തിലാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ തൂക്കി കണക്കാക്കുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്താണ് ഒന്ന് ഹത്തായ അലമ അയുഹിഫു മീസാനുഹു അം യസ്കുലു, എൻ്റെ മീസാൻ കനം തൂങ്ങുമോ അതല്ല എൻ്റെ മീസാൻ കനം കുറയുമോ എന്ന ആശങ്കയിലായിരിക്കും നമ്മളെപ്പോഴുണ്ടാവുക. ആ സമയത്ത് പ്രത്യേകിച്ചും ഒരാളും അല്ലെങ്കിൽ തന്നെ ശ്രദ്ധിക്കുകയില്ല, ഈ സമയത്ത് പ്രത്യേകിച്ചൊരാളും ആരെയും ശ്രദ്ധിക്കുകയില്ല. രണ്ടാമത്തത് പ്രവാചകൻ പറയുന്നത് പ്രവർത്തനത്തിന്റെ റെക്കോർഡുകൾ നൽകപ്പെടുന്ന ഒരു രംഗമുണ്ട്. ആ നൽകപ്പെടുന്ന രംഗത്തും ഒരാളും ഒരാളെയും ശ്രദ്ധിക്കുകയില്ല. മൂന്നാമത്തത് അവന് സ്വർഗത്തിലേക്കാണ് എങ്കിൽ, അല്ലെങ്കിൽ അവന്റെ ആ വിചാരണയുടെ ഘട്ടങ്ങളിലൊന്നായി ഒരു സിറാത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. ഈ മൂന്ന് സന്ദർഭങ്ങളിൽ ആരും ആരെയും ശ്രദ്ധിക്കാത്ത ഒരു വളരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയമിടിപ്പിന്റെ വേഗതകൾ കൂടുന്ന, ആശങ്കയിലാകുന്ന, ആകെ പ്രയാസപ്പെടുന്ന രംഗമാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വരികയാണ്. ഒന്ന് പ്രവാചകൻ പറഞ്ഞത് നമ്മുടെ പ്രവർത്തനങ്ങൾ തൂക്കിക്കണക്കാക്കുന്ന ആ തുലാസുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആൻ പറയുന്നു, വനദഉൽ മവാസീനൽ ഖിസ് ലിയൗമിൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ പ്രവർത്തനങ്ങളെ തൂക്കുന്ന ഒരു തുലാസ് സ്ഥാപിക്കുന്നതാണ്. ഫലാ തുളിലമു നഫ്സുൻ ശൈആ, ഒന്നൊരാളും തന്നെ അല്പം പോലും ആക്രമിക്കപ്പെടുകയില്ല, അനീതി ചെയ്യപ്പെടുകയില്ല. വഇൻ കാന മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ, കടുക് മണിയോളം വല്ലതുമുണ്ടെങ്കിലും അള്ളാഹു അത് കൊണ്ടുവരുന്നതാണ്. വകഫാ ബിനാ ഹാസിബീൻ, വിചാരണ ചെയ്യാൻ ഞാൻ തന്നെ മതിയായവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിലെ ആ 47-ാമത്തെ വചനത്തിലൂടെ പറയുന്നു. മറ്റൊരു വചനത്തിൽ ഖുർആൻ വൽ വസ്നു യൗമഇദിനിൽ ഹഖ്, അന്നത്തെ ദിവസം പ്രവർത്തനങ്ങൾ തൂക്കിക്കണക്കാക്കുക എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഭൗതിക പദാർത്ഥങ്ങളെ തൂക്കുന്നത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, ഇബാദത്തുകൾ, നല്ല ചിന്തകൾ, മറ്റു കാര്യങ്ങൾ, ഇവയെല്ലാം എങ്ങനെയാണ് തൂക്കുക എന്ന് നമുക്കറിയില്ല. പക്ഷേ ഗൈബിയായ വിഷയമാണ്, നാം വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ. ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മഹുല്ലാ ഫതുഹുൽ ബാരിയിൽ വിശദീകരിക്കുന്നത് കാണാം. അജ്മഅ അഹ്ലുസ് സുന്നത്തി അലൽ ഈമാനി ബിൽ മീസാൻ, അള്ളാഹുവിന്റെ അടുക്കലുള്ള ആ മീസാനിനെ കുറിച്ച് വിശ്വസിക്കുക എന്ന കാര്യത്തിൽ അഹ്ലുസുന്നയുടെ ആളുകളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നു. വഅന്ന അഅ്മാലൽ ഇബാദ് തുളഉ ബിഹി യൗമൽ ഖിയാമ, അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ പ്രവർത്തനങ്ങളെല്ലാം തൂക്കിക്കണക്കാക്കുന്നതാണ്. അപ്പോ നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും തൂക്കിക്കണക്കാക്കും. ഈ തൂക്കുന്ന സമയത്ത് അതിൻ്റെ ഇഖ്ലാസും ഈമാനും തഖ്വയുമെല്ലാം, നമസ്കരിക്കാറുണ്ട്, നമ്മൾ ഒരേ സഫിലാണ് നിൽക്കുന്നത്, ഒരേ വക്താണ് നമസ്കരിക്കുന്നത്, പക്ഷെ എല്ലാവർക്കുമുള്ള പ്രതിഫലം ഒരുപോലെയാവുന്നില്ല. എന്തുകൊണ്ടാണ്? അവിടെ പലതും പരിഗണിക്കുന്നുണ്ട്. ഈമാന്, തഖ്വ, ഇഖ്ലാസ്, ഇങ്ങനെയുള്ള എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും തൂക്കുന്നത്. ഇനി ആ പ്രവർത്തനങ്ങളെ മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന അമലുകളെ മാത്രമല്ല, ആമിലുകളെയും തൂക്കുന്നു. അത് പ്രവർത്തിച്ചിട്ടുള്ള ആളെയും അള്ളാഹുവിന്റെ അടുക്കൽ തൂക്കിക്കണക്കാക്കുന്നതാണ്. സൂറത്തുൽ കഹ്ഫിലെ ഒരു വചനം, ഉലൈകല്ലദീന കഫറു ബിആയാതി റബ്ബിഹിം വലിഖാഇഹി ഫഹബിതത് അഅ്മാലുഹും ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ. സത്യനിഷേധികളുടെ കാര്യം, ആ കാര്യങ്ങൾ പറയുന്നിടത്ത് ഖുർആൻ പറയുകയാണ്, റബ്ബിനെ കണ്ടുമുട്ടുമ്പോ, അവരുടെ പ്രവർത്തനങ്ങൾ തൂക്കിക്കണക്കാക്കുമ്പോ, ഫലം നുഗാദിർ മിൻഹും ഫലാ നുഖീമു ലഹു യൗമൽ ഖിയാമത്തി വസ്നാ, അവർക്കന്ന് അവരുടെ തുലാസിൽ ഒരു ഭാരവും ഉണ്ടാവുകയില്ല. അവരെയും തൂക്കും, ആ തൂക്കുമ്പോൾ യാതൊരു ഭാരവും ഉണ്ടാവുകയില്ല എന്ന് ഖുർആൻ പറയുകയാണ്. അതുപോലെ തന്നെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, ഇന്നഹു ലയഅ്തിർ റജുലുൽ അലീമുസ് സമീൻ, അന്ന് ആജാനുബാഹുവായ ഒരു ജെന്റിൽമാനായ മനുഷ്യൻ അങ്ങോട്ട് കടന്നു വരികയാണ്. യൗമൽ ഖിയാമത്തി ലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഉളാ, അയാളെ ഈ പറഞ്ഞ തുലാസിൽ വെച്ചുകൊണ്ട് തൂക്കുന്ന സമയത്ത് ഒരു കൊതുകിന്റെ എന്നല്ല പറഞ്ഞത്, ഒരു കൊതുകിന്റെ ചിറകിന്റെ ഭാരം പോലും ഉണ്ടാവുകയില്ല. ഒരു കൊതുകിന്റെ ചിറകിന്റെ ഭാരം പോലും ഉണ്ടാവുകയില്ല. അയാൾ തടിമാടനാണ്, ആജാനുബാഹുവാണ്, പക്ഷെ അയാളെ തൂക്കുമ്പോഴുള്ള അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ അവിടുത്തെ ഗൈബിയായ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ വിശ്വസിച്ചേ മതിയാകൂ. അതിനനുസരിച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും പരിവർത്തനത്തിന് വിധേയരാവുകയും ചെയ്യേണ്ടതുണ്ട്. നേരെ മറിച്ച് അവൻ മെലിഞ്ഞവനാണ്, മെലിഞ്ഞൊട്ടിയവനാണ്, എങ്കിലും അവന് ആ തുലാസിൽ ഭാരമുണ്ടാകും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കണങ്കാൽ ഒരു മെലിഞ്ഞ വ്യക്തിയായിരുന്നു. കണങ്കാൽ വളരെ മെലിഞ്ഞവനായിരുന്നു. എന്നിട്ടൊരിക്കൽ അദ്ദേഹം ഒരു ഉയർന്ന സ്ഥലത്ത് നിന്ന് ഒരു വസ്തു എടുക്കുമ്പോൾ കാറ്റടിച്ചപ്പോ അദ്ദേഹത്തിന്റെ വസ്ത്രം ആ കണങ്കാലിൽ നിന്ന് മാറിപ്പോയി. മറ്റുള്ള ആളുകളൊക്കെ ഇത് കണ്ടുകൊണ്ട് ചിരിച്ചു. ഈ ചിരിച്ചപ്പോ പ്രവാചകൻ ചോദിച്ചു, മിമ്മ തൽഹഖൂൻ, എന്തിനാ നിങ്ങൾ ചിരിക്കണത്, എന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അവർ ഈ സംഭവം പറഞ്ഞു. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വല്ലദീ നഫ്സി ബിയദിഹി ലഹുമാ അസ്ഖലു ഫിൽ മീസാനി മിൻ ഉഹദിൻ. എന്നാൽ ആ കാലില്ലേ, ആരെ കാല്? ആ കണങ്കാൽ മെലിഞ്ഞു നിൽക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ കാല് അള്ളാഹുവിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് ആ തുലാസിൽ തൂക്കുമ്പോ ഉഹുദ് മലയേക്കാൾ ഭാരമുണ്ടാകും.
ഉഹുദ് മലയേക്കാൾ ഭാരമുണ്ടാകും. അപ്പോ പ്രവർത്തനങ്ങൾ മാത്രമല്ല, പ്രവർത്തനങ്ങൾ നിർവഹിച്ചിട്ടുള്ള നമ്മെയും അള്ളാഹുവിന്റെ അടുക്കൽ തൂക്കിക്കണക്കാക്കും. എന്നിട്ട് ഒരു അനീതിയും അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ടാവുകയില്ല. വളരെ കൃത്യമായിട്ടാണ്. അതുപോലെ തന്നെ അതുമല്ല, നമ്മുടെ കർമ്മരേഖകളും അള്ളാഹുവിന്റെ അടുക്കൽ തൂക്കിക്കണക്കാക്കും എന്ന നമുക്ക് നൽകപ്പെടുന്ന ഒരു കർമ്മരേഖയുണ്ട്. ആ കർമ്മരേഖകളും എന്നിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ തൂക്കിക്കണക്കാക്കും. അത് കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മോട് ഓരോരുത്തരോടും അള്ളാഹു ചോദിക്കും, അതുൻകിറു മിൻ ഹാദാ ശൈഅ, ഇതിൽ വല്ലതും നീ നിഷേധിക്കുന്നുണ്ടോ, വല്ലതും നീ നിഷേധിക്കുന്നുണ്ടോ എന്നെല്ലാം അള്ളാഹു ചോദിച്ചതിന് ശേഷം ആ പ്രവർത്തനത്തിന്റെ റെക്കോർഡുകളും അള്ളാഹു അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തുലാസിന്റെ തട്ടിൽ വെച്ചുകൊണ്ട് തൂക്കും എന്ന് നമുക്ക് പഠിപ്പിച്ചു വരികയാണ്. പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നു, ആ മീസാൻ എന്ന് പറയുന്നത് ഹുവ മീസാനുൻ ഹഖീഖിയുൻ ലഹു കഫത്താൻ യലഉല്ലാഹു അസ്സ വജല്ല യൗമൽ ഖിയാമ ലിവസ്നി അഅമാലിൽ ഇബാദ് വഹുവ മീസാനുൻ ദഖീഖുൻ ലാ യസീദു വലാ യൻഖുസു വലാ യഖ്ദിറു ഖദ്റ അലൽ മീസാൻ. ആ മീസാൻ എന്ന് പറയുന്നത് തൻ്റെ അടിമകളുടെ പ്രവർത്തനങ്ങളെ കൃത്യമായി സൂക്ഷ്മമായി തൂക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു തുലാസാണ് എന്നവിടെ പറയുന്നു. ഒരു ഉറുമ്പിന്റെ കാലിന്റെ തൂക്കം പോലും ആ തുലാസിൽ വളരെ കൃത്യമായി കാണാം. ഒരു ഉറുമ്പിന്റെ കാലിന്റെ തൂക്കം പോലും ആ തുലാസിൽ കൃത്യമായി കാണും എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ആ തുലാസിൽ ഭാരമുള്ള ഒരുപാട് മേഖലകൾ ഖുർആൻ പറഞ്ഞു. കലിമത്താനി ഹബീബത്താനി ഇലർ റഹ്മാൻ എന്നൊക്കെ പറഞ്ഞ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് പറയുന്ന അതുപോലെയുള്ള ദിക്റുകളും കാര്യങ്ങളുമെല്ലാം ഒരുപാട് കനം തൂങ്ങുമെന്നാണ്. രണ്ടാമത്തത്, ഏറെ പ്രയാസമേറിയ ഹൃദയമിടിപ്പിന്റെ വേഗതകൾ കൂടുന്നത് നമ്മുടെ റെക്കോർഡുകൾ നമുക്ക് നൽകുന്ന സമയത്താണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോ സേവ് എന്ന് പറയാം. അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് നമുക്ക് നൽകും. ഈ ആധുനിക യുഗത്തിൽ, AI യുഗത്തിൽ അത് വിശ്വസിക്കാൻ ഒരു പ്രയാസമില്ല. പണ്ട് കാലത്തൊക്കെ ആളുകൾ എന്താപ്പത് ഇങ്ങനെ എഴുതി വെക്കുന്നോ, നമുക്ക് കിട്ടുന്നോ എന്നൊക്കെ പറഞ്ഞാൽ അവിശ്വസിക്കുമായിരുന്നു, എതിർക്കുമായിരുന്നു. എന്നാൽ ആധുനിക യുഗത്തിൽ അങ്ങനെയല്ല. മനുഷ്യൻ ഇതിനോട് യോജിക്കുന്ന വിധത്തിലാണ് പ്രവർത്തനങ്ങളെല്ലാം സേവായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അങ്ങനെ സേവായതിന്റെ പ്രിന്റ് ഔട്ട് അള്ളാഹുവിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് നമുക്ക് നൽകപ്പെടും. എ മുതൽ Z വരെ, അലിഫ് മുതൽ യാ വരെ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ, ഇങ്ങനെയുള്ള മാലാഖമാർ വളരെ കൃത്യമായി നമ്മുടെ പ്രവർത്തനത്തിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും രേഖപ്പെടുത്തുകയാണ്. ആ പ്രവർത്തനത്തിന്റെ പ്രിന്റ് ഔട്ടുകൾ നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലേക്ക് നൽകും. ഇഖ്റഅ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. നീ തന്നെ ഒന്ന് വായിച്ചു നോക്ക്. നിന്നെ വിലയിരുത്താൻ, വിചാരണ ചെയ്യാൻ ഇത് തന്നെ മതിയാവുന്നതാണ് എന്ന് പറഞ്ഞ് അള്ളാഹു നമ്മോട് പറയും. നമ്മൾ വായിക്കുമ്പോൾ പലതും നമ്മൾ ജീവിതത്തിൽ മറന്നു പോകുന്നുണ്ടെങ്കിലും ഇന്നലകളിൽ നടന്ന കാര്യങ്ങളെപ്പോലെ നമുക്ക് നമ്മുടെ മനോമുഗ്രത്തിലേക്ക് ശ്രദ്ധയോടുകൂടി അതൊക്കെ കടന്നു വരികയും ഓർമ്മ വരികയും ചെയ്യുന്നു. സത്യനിഷേധികളായ ആളുകൾ അത് കാണുമ്പോൾ ഖുർആൻ സൂറത്തുൽ അൽ കഹ്ഫിൽ പറയുന്നു, വവുളി അൽ കിതാബു ഫതറൽ മുജ്രിമീന മുസ്ഫിഖീന മിമ്മാ ഫീഹി فيقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها. പടച്ചോനെ, ഈ കിതാബിന് എന്ത് പറ്റി? മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതുമായ യാതൊന്നും തന്നെ ഇതിൽ നിന്ന് വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ, എല്ലാം അതിൽ തന്നെയുണ്ടല്ലോ. പകലിന്റെ വെളിച്ചത്തിൽ ഞാൻ ചെയ്തതും കൂരിരുട്ടത്ത് ഞാൻ ചെയ്തതുമെല്ലാം ഈ പ്രവർത്തനത്തിന്റെ റെക്കോർഡിൽ ഉണ്ടല്ലോ എന്നവൻ പറയും. അവൻ ആകെ വെപ്രാളത്തിലാണ്, ബേജാറിലാണ്, ആശങ്കയിലാണ്. ആ ഇടത് കൈയിൽ പ്രവർത്തനത്തിന്റെ റെക്കോർഡുകൾ നിർവഹിച്ചവന് വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ
വലം അദ്രി മാ ഹിസാബിയ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആവലാതിപ്പെടുകയാണ്. ഇങ്ങനെയൊരു റെക്കോർഡ് കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു, ഇങ്ങനെയൊരു വിചാരണ ഇല്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബേജാറാകുന്ന, വെപ്രാളപ്പെടുന്ന, ആശങ്കപ്പെടുന്ന, വാവിട്ട് നിലവിളിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിൽ നിന്ന് കാക്കുമാറാകട്ടെ. വലത് കൈയിൽ പ്രവർത്തനത്തിന്റെ റെക്കോർഡ് നൽകപ്പെടുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉം ഇഖ്റഊ കിതാബിയ ഇന്നി ളനൻതു അന്നീ മുലാഖിൻ ഹിസാബിയ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്നു, വലത് കൈയിൽ പ്രവർത്തനത്തിന്റെ റെക്കോർഡുകൾ നൽകപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ആളുകൾ ആ മഹിസറയിലൂടെ ഓടി നടന്ന് തനിക്ക് കിട്ടിയിട്ടുള്ള ഈ റെക്കോർഡ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും. ഇതൊന്ന് വായിച്ചു നോക്കൂ, ദുനിയാവിൽ നിന്ന് തന്നെ എനിക്ക് ബോധമുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അവസ്ഥയെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന്. അതിന് പാകത്തിലായിരുന്നു ഞാൻ ജീവിച്ചത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതുമായി അവൻ ആ മഹിസറയിലൂടെ ഓടി നടക്കും. ഇനി ആരും മൗസൂമിങ്ങളല്ല, തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോകും. അള്ളാഹുവിന്റെ സ്വർഗത്തിന് അവകാശപ്പെട്ടവരാണെങ്കിൽ പോലും അവരിലും മായ്ക്കപ്പെടാത്ത തെറ്റുകൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തേക്ക് വിളിക്കും അവിടെ എന്നാണ് മുത്തഫഖുൻ അലൈഹിയായ ഇമാം ബുഖാരിയും മുസ്ലിമും ഒന്നിച്ചുദ്ധരിച്ചിട്ടുള്ള ഹദീസാകുന്നു. ഹദീസുൻ നജ്വ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ യുദ്നിൽ മുഅ്മിന ഫയളഉ അലൈഹി കനഫഹു, അവനെ വിളിച്ചിട്ട് അല്ലാഹു അവനെ മറച്ചു പിടിച്ചിട്ട് ചോദിക്കും അതഅരിഫു ദംബകദാ അതഅരിഫു ദംബകദാ, ഇത് നീ ചെയ്തതാണോ, ഇത് നീ ചെയ്തതാണോ, ഇത് നിന്റെ പ്രവൃത്തിയിലുള്ളതല്ലേ? അവനെല്ലാം സമ്മതിക്കും. അങ്ങനെ ഇദാ ഖററഹു ബിദുനൂബിഹി, അവൻ അതെല്ലാം സമ്മതിക്കും. അവൻ മനസ്സിലാക്കും ഇന്നഹു ഹലക, ഞാനും നശിച്ചിരിക്കുന്നു, ഇനി രക്ഷല്ല, പഠിച്ചവൻ ഇതൊക്കെ കണ്ടുപിടിച്ചു എന്ന് അവൻ വേദനയോടുകൂടി ദുഃഖത്തോടുകൂടി ഓർക്കുമ്പോ അള്ളാഹു പറയും സതർതുഹാ അലൈക ഫിദ്ദുനിയാ വന അഗ്ഫിറുഹാ ലക അൽയൗമ, ദുനിയാവിൽ ഞാൻ നിന്നിൽ നിന്ന് ഇത് മറച്ചു വെച്ചു, ഇന്ന് ഞാനിതാ നിനക്കിത് പുറത്തു തന്നിരിക്കുന്നു. ഫയുഅ്താ കിതാബ ഹസനാതിഹി, എന്നിട്ട് അതൊക്കെ മായ്ച്ചിട്ട് നന്മയുടെ കിതാബാണ്, പ്രവർത്തനത്തിന്റെ റെക്കോർഡാണ് പിന്നെ അവന് നൽകുന്നത്. അള്ളാഹുവിന്റെ വിശ്വാസികളുള്ള കാരുണ്യം, അള്ളാഹു ആ കാരുണ്യത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള ഒരുപാട് രംഗങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോഴും അറിയുമ്പോഴും എൻ്റെ ദുനിയാവിലെ ഈ നശ്വരമായ ജീവിതത്തിൽ നിന്ന് ആ പരലോക ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സാദ്, യാത്രാ ഭക്ഷണം, അവിടെ സ്വർഗം നേടുവാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഞാൻ നടത്തേണ്ടതുണ്ട് എന്ന ബോധം നമ്മിലുണ്ടാകണം. അങ്ങനെ ആലോചിക്കുന്ന, ചിന്തിക്കുന്ന, പ്രാവർത്തികമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വശുക്രൻ ബിനിഅമതി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ഹൃദയമിടിപ്പിൻ്റെ താളം തെറ്റുന്ന മഹിശ്ശറയിലെ രംഗങ്ങളുമായി ഒന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ തൂക്കിക്കണക്കാക്കുന്ന ആ രംഗത്തെക്കുറിച്ചും പ്രവർത്തനത്തിൻ്റെ റെക്കോർഡുകൾ നൽകപ്പെടുന്ന ആ രംഗത്തെക്കുറിച്ചുമാണ് വളരെ 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 ചുരുങ്ങിയ രൂപത്തിൽ, ഇത് ഓരോന്നും തന്നെ മണിക്കൂറുകളോളം വിശദീകരിക്കാനുള്ളതാണ്, വളരെ ചുരുങ്ങിയ രൂപത്തിൽ നാം വിശദീകരിച്ചിട്ടുള്ളത്. അതുപോലെ മൂന്നാമത്തെ ഒരു രംഗമായി കൊണ്ട് പറയുന്നത് സിറാത്ത് എന്ന്. സിറാത്ത് എന്ന് പറഞ്ഞാൽ പാത, വഴി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഒരു ഹദീസിൽ നമുക്ക് കാണാം യുളറബു സിറാത്ത ബൈന ലഹ്റൈ ജഹന്നം ഫഅകൂനു അവ്വല മൻ യജൂസു മിനർ റജുലി ബി ഉമ്മത്തി വലാ യതകല്ലമു യൗമഇദിൻ ഇല്ലർ റസുൽ വകലാമുർ റസുലി അല്ലാഹുമ്മ സല്ലിം സല്ലിം. നരകത്തിൻ്റെ മുകളിലൂടെ ഒരു പാലം, ഒരു വഴി സ്ഥാപിക്കപ്പെടുന്നതാണ്. അതിലൂടെ എല്ലാ ആളുകളും കടന്നു പോകേണ്ടതുണ്ട്. നരകത്തെ, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളെയും നരകം കാണിച്ചു കൊടുക്കാതെ അള്ളാഹു സ്വർഗത്തിലെത്തിക്കൂല.
അതിൽ ആ വഴിയിലൂടെ തന്നെയാണ്. കാരണം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അവൻ ഓർക്കുവാൻ വേണ്ടി. അങ്ങനെ ആ പാലത്തിലൂടെ നടക്കുമ്പോൾ പ്രവാചകൻ പറയുന്നു, ഞാനായിരിക്കും ആ പാലത്തിലൂടെ നടക്കുന്നത്. ആദ്യമായി ആ പാലത്തിലൂടെ നടക്കുന്ന സമയത്ത് പ്രവാചകന്മാരായ ആളുകളുടെ സംസാരം പോലും അല്ലാഹുമ്മ സല്ലിം സല്ലിം, പടച്ചോനെ രക്ഷിക്കണേ, പടച്ചോനെ രക്ഷിക്കണേ, പടച്ചോനെ രക്ഷിക്കണേ എന്നായിരിക്കും മഅ്സൂമീങ്ങളായ പ്രവാചകന്മാരുടെ സംസാരം പോലും. മറ്റാരും അവിടെ ഉരിയാടുക പോലുമില്ല, മറ്റാരും അവിടെ ഉരിയാടാനുള്ള അവസരം അവർക്കില്ല, സംസാരിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു പാലത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട് നമുക്ക്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ സുമ്മ യുഅ്താ ബിൽ ജിസ്ർ ഫയൂളഉ ബൈന ലഹ്റൈ ജഹന്നം, അങ്ങനെ ജിസ്ർ ആ പാലം കൊണ്ടുവരപ്പെടും. എന്നിട്ട് നരകത്തിന്റെ മുകളിലൂടെ ആ പാലം സ്ഥാപിക്കും. അപ്പൊ അവർ ചോദിച്ചു, ഖുൽനാ യാ റസൂലല്ലാഹ് വമൽ ജിസ്ർ, പ്രവാചകരെ എന്താണ് ഈ പാലം എന്ന് പറഞ്ഞത്? പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, മദ്ഹലത്തുൻ മസില്ലത്തുൻ അലൈഹി ഖതാതീഫ് വകലാലീബ് വഹസ്കത്തുൻ മുഫൽതഹത്തുൻ, അത് നല്ല വഴുവഴുപ്പുള്ള, പെട്ടെന്ന് വഴുതിപ്പോകുന്ന തരത്തിലുള്ള, അതുപോലെ രണ്ട് ഭാഗത്തും തോട്ടികളും കൊക്കകളുമൊക്കെയുള്ള, അതുപോലെ തല വളഞ്ഞ രൂപത്തിലുള്ള ചവണകളുള്ള ഒരു പ്രത്യേക തരം സംവിധാനത്തോടു കൂടിയുള്ള ഒരു പാലമാണ്. ആ പാലത്തിലൂടെ നടക്കുമ്പോൾ അവരവരുടെ തെറ്റുകൾക്കനുസരിച്ചുകൊണ്ട് ആ ആളുകളെ ഈ കൊക്കകളും കൊളത്തുകളും എല്ലാം നരകത്തിലേക്ക് വലിച്ചിട്ടുകൊണ്ടിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ആ പാലത്തിന്റെ ഇരുഭാഗങ്ങളിലായിക്കൊണ്ട് കുടുംബബന്ധവും അതുപോലെ തന്നെ അമാനത്തുമെല്ലാം സ്ഥലമുറപ്പിക്കും എന്ന്. ഒരു ഭാഗത്ത് അമാനത്തുണ്ടാകും, മറുഭാഗത്ത് കുടുംബബന്ധമുണ്ടാകും. അതിലെല്ലാം വീഴ്ച വരുത്തിയിട്ടുള്ള ആളുകൾ അവരെ പെട്ടെന്ന് നരകത്തിലേക്ക് വീഴ്ത്തിക്കളയും എന്നാണ്. അതുപോലെ തന്നെ വളരെ ഭയാനകമായ അവസ്ഥകളാണ് അവിടെ ഉണ്ടാവുക എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. എന്നാൽ ഈ പാലത്തിൽ തന്നെ വളരെ പെട്ടെന്ന് മിന്നലിന്റെ വേഗത്തിൽ ഫൈദാ ഖലസു, ആ മിന്നലിന്റെ വേഗത്തിൽ അവിടെ പാലത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്, കണ്ണിമ വെട്ടുന്ന വേഗതയിൽ കടന്നു പോകുന്നവരുണ്ട്, അങ്ങനെ പല കാറ്റിന്റെ വേഗതയിൽ പോകുന്നവരുണ്ട്, കുതിരയുടെ വേഗതയിൽ പോകുന്നവരുണ്ട്. ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾക്കനുസരിച്ചുകൊണ്ട് ആ പാലത്തിലൂടെ അള്ളാഹുവിൻ്റെ അടുക്കലിൽ അവൻ്റെ അനുഗ്രഹമായ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആളുകൾ എങ്ങനെ ഏത് രൂപത്തിൽ ആ മിന്നലിന്റെ വേഗത്തിൽ കടന്നു പോവാനായിരുന്നാൽ പോലും അത് കടന്നാൽ അവൻ പറയും, ഫഇദാ ഖലസു അൽഹംദുലില്ലാ നജ്ജാനാ മിൻക ബഅദ ഇദ് റഅയ്നാക്, പടച്ചോനെ ആ നരകത്തെ ഞങ്ങളെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചതിന് ശേഷം ഞങ്ങളെ ഈ സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്തിയിട്ടുള്ള നാഥ, നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് ആ നരകത്തിൽ നിന്ന് ആ പാലത്തിലൂടെ സ്വർഗത്തിലെത്തപ്പെട്ടിട്ടുള്ള ആളുകൾ പറയുമെന്നാണ്. ഫയമുറുൽ മുഅ്മിനൂന കതറഫിൽ ഐനി വകൽ ബറഖി എന്ന് പറഞ്ഞ് അതിലൂടെ പോകുന്ന വിശ്വാസികളുടെ വേഗതയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ദുനിയാവിൽ വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, മതറാഹത്തു യാ ഉസ്മാൻ, ബഹുമാന്യരെ അമീറുൽ മുഅ്മിനീൻ, എപ്പോഴാണ് നമുക്കൊരു ആശ്വാസം ഉണ്ടാവുക, എപ്പോഴാണ് നമുക്കൊരു സമാധാനം ഉണ്ടാവുക, ഒരു ആശ്വസിക്കാൻ വകുപ്പുണ്ടാവുക എപ്പോഴാണ് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി, ഇൻദമാ തദ്ഖുലു റിജ്ലി അൽ യുസ്റാ ബിജിവാരിൽ യുംനാ അലാ ഉത്ബത്തിൽ ജന്ന, വലത് കാലിനോടൊപ്പം ഇടത് കാൽ സ്വർഗത്തിന്റെ ഉമ്മറപ്പടി കടന്നാൽ അപ്പോഴാ വിശ്രമം, സമാധാനം. അത് കഴിഞ്ഞു കിട്ടിയാലേ സമാധാനം ഉണ്ടാകും. അതുവരെ നമ്മുടെയൊക്കെ അവസ്ഥകൾ എന്താണെന്ന് നാം ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതാണ്, ഭയത്തോടുകൂടി ചിന്തിക്കേണ്ടതാണ്. ആശ്വസിക്കാൻ വക കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ വലത് കാലിനോട് ചേർന്ന് ഇടത് കാൽ സ്വർഗത്തിന്റെ ഉമ്മറപ്പടി കടക്കണം, അപ്പോഴാണ് ആശ്വാസമുണ്ടാവുക എന്നാണ് അറബിക്കവികൾ പറഞ്ഞ് നമുക്ക് കാണാം. നമ്മൾ കേട്ടിട്ടുണ്ട്, യൗമ യദ്ഉ ആദമു വൽ അംബിയ നഫ്സി 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 നഫ്സിയാ,
യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മത്തിയാ ഉമ്മത്തിയാ ഖൗമിയാ. ഓരോരുത്തരും അവനവന്റെ, എല്ലാവരും എല്ലാവരിൽ നിന്ന് ഓടിമറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഒരവസ്ഥയിൽ, ആ പരലോകത്തെ മഹ്ശറാലോകത്ത് നമ്മെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ആ ഒരു ചിന്തയും ബോധവും ആലോചനയും മുൻകൂട്ടി നമ്മുടെ എല്ലാം ഉള്ളിലുണ്ടാവുക. നമ്മുടെ ഖുതുബകളിൽ നിന്ന്, ക്ലാസ്സുകളിൽ നിന്ന്, വായനകളിൽ നിന്ന്, പ്രസംഗങ്ങൾ കേൾക്കുന്നതിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു ചിന്തയെ കൂടുതൽ കൂടുതൽ ദൃഢമാക്കി നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുവാൻ നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചയിൽ 2 സഹോദരികൾ നമ്മോട് വിട പറഞ്ഞിട്ടുണ്ട്. അമേത്ത് മറിയക്കുട്ടി, എറമാക്കാൻ്റെ അകത്ത് നഫീസ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരേതകളായ ഈ സഹോദരിമാർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അടുക്കൽ വിശ്വാസത്തോടു കൂടി, ഈമാനോടു കൂടി കടന്നു ചെല്ലുന്ന സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. സർവാധിനാഥനായ തമ്പുരാനെ, നിന്റെ അടുക്കലുള്ള ആ നിമിഷങ്ങൾ ഞങ്ങളൊന്നും ഭാവനയിൽ കാണുന്ന രൂപത്തിലുള്ളത് പോലുമല്ല. നീയും നിന്റെ പ്രവാചകനും പഠിപ്പിച്ചു തന്ന രൂപത്തിലുള്ള അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസത്തെയും കർമ്മങ്ങളെയുമെല്ലാം ക്രമപ്പെടുത്തി നിന്റെ മഹത്തായ റഹ്മത്തിന് അർഹരാകുന്നവരുടെ വിധത്തിൽ ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. രോഗങ്ങളും പ്രയാസങ്ങളുമെല്ലാം അനുഭവിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള അവസ്ഥകളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണമേ തമ്പുരാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുവാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.